വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ്. നിങ്ങൾക്കറിയാം HSST കോമേഴ്സ് നമുക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ജൂൺ മാസത്തിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളൂ. അപ്പോഴേക്കും ഈ സിലബസിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിച്ചു തീർക്കണം. ഇപ്പോൾ നമ്മൾ റിസർച്ച് മെത്തഡോളജി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സിൽ വരുന്ന HSST കോമേഴ്സിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ HSST എക്സാമിന് ഇൻകം ടാക്സിൽ വരുന്ന സിലബസാണ്. അപ്പോൾ ഈ സിലബസിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഡിഫറെൻറ്റ് അസസീസ്. ഇൻട്രൊഡക്ഷൻ ടു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ദ കോൺസെപ്റ്റ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് is a foundational aspect in determining the scope of taxable income for an individual or entity. The tax liability in India depends on significantly on the taxpayer's residential status for a given financial year. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ആ വ്യക്തി ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെയാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻകം ടാക്സ് ആക്ട് 1961 പറഞ്ഞിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. Residential status varies based on the type of assessee, individual, Hindu, undivided family, കമ്പനി, ഫേം ആൻഡ് അതർ എൻറ്റിറ്റീസ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറൈസ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. An individual should follow the basic condition and additional condition. We can say that he is a resident in India. Basic conditions. An individual is considered a resident in India if they meet one of the following two criteria. First one is the individual is in India for 182 days or more in the financial year. ഫിനാൻഷ്യൽ ഇയറിൽ ഇൻഡിവിജ്വൽ 182 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. The individual is in India for 60 days or more in the financial year and 365 days or more during the 4 preceding years. ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കേണ്ടത് 60 ഡേയ്സ് ഓർ മോർ ഇൻ ഫിനാൻഷ്യൽ ഇയറിലോ അല്ലെങ്കിൽ 365 ഡേയ്സ് ഓർ മോർ ഇൻ ഡ്യൂറിങ് ദ 4 preceding ഇയേഴ്സിലോ ആയിരിക്കണം. അഡീഷണൽ കണ്ടീഷൻസ് ഫോർ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്താണ്? ദ ഇൻഡിവിജ്വൽ ഹാസ് ബീൻ എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 preceding years. അതായത് 10 preceding ഇയേഴ്സിൽ 2 വർഷമെങ്കിലും ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഇൻഡിവിജ്വൽ ഹാസ് ബീൻ പ്രസൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 days in the preceding 7 years. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ ഫോർ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ് ഈ അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാം നോൺ റെസിഡൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന്. എൻ ഇൻഡിവിജ്വൽ ഹു ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻ ഈസ് കൺസിഡർഡ് എ നോൺ റെസിഡൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനെങ്കിലും, നമ്മൾ 2 ബേസിക് കണ്ടീഷനാണ് പറഞ്ഞത് അല്ലേ, ഇതിലേതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ആളെ നമുക്ക് നോൺ റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ദാറ്റ് ഈസ് HUF. The residential status of Hindu undivided family depends on the location and control of the manager or karta of the family. ആ ഒരു ഫാമിലിയുടെ കൺട്രോൾ മുഴുവൻ ഉള്ള ആളെ നമ്മൾ കർത്ത എന്ന് പറയും. അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത്. ഇഫ് ദ HUS കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ആർ ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ അയാൾ നമുക്ക് റെസിഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനീസ് ആണെങ്കിലോ, ഈ കമ്പനീസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലൊക്കേഷൻ where key management and commercial decisions are made. ഇവിടെ POEM എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റിനെയാണ് കേട്ടോ. ഇന്ത്യൻ കമ്പനി ആൻഡ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഈസ് ഓട്ടോമാറ്റിക്കലി ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ്. ഇന്ത്യയിലുള്ള കമ്പനിയാണെങ്കിൽ
നമുക്കതിനെ ടാക്സ് പർപ്പസിൽ റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫോറിൻ കമ്പനി ആണെങ്കിൽ റെസിഡൻ്റ് ആവണം എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് POEM, അതായത് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ദെൻ നോൺ റെസിഡൻറ്റ് കമ്പനീസ് ആർ ദോസ് ഹൂസ് POEM ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ. Residential status of firms and other entity. For entities such as firms, association of person or body of individual, the residential status depends on where their control and management lie. അവരുടെ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ എവിടെയാണ് എന്നുള്ളതനുസരിച്ചാണ് ഫേമിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത്. ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ആർ എൻറ്റയർലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലോ അത് നോൺ റെസിഡൻ്റ് ആണ്. മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്കതിനെ ടാക്സ് പർപ്പസിൽ റെസിഡൻ്റ് ആയിട്ട് ഫേമിനെ കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ബേസ്ഡ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ടാക്സ് പേയേഴ്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് പേയറിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് എറൈസ് ചെയ്യുന്നത്. പിന്നെ ഇനി നമുക്ക് കുറച്ച് എക്സംപ്റ്റഡ് ഇൻകംസിനെ കുറിച്ച് പറയാം. ഇൻ ദ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം സർട്ടൻ ടൈപ്സ് ഓഫ് ഇൻകം ആർ എക്സംപ്റ്റ് ഫ്രം ടാക്സേഷൻ നിന്ന് ഒഴിവായിട്ടുള്ള കുറച്ച് ഇൻകംസ് ഉണ്ട്. ഐദർ ഫുള്ളി ഓർ പാർഷ്യലി അണ്ടർ സെക്ഷൻ 10 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961. ഈ എക്സംപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്ടേഴ്സ് ബെനിഫിഷ്യൽ ഫോർ ദ ഇക്കോണമി. അപ്പോൾ നമുക്ക് ചില ഇൻകംസ് എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കുന്നതിൽ നിന്നും എക്സംപ്റ്റഡ് ആയിട്ട് വരുന്ന ഇൻകംസ് ആണ്. അതിൽ നമുക്ക് നോക്കാം അഗ്രികൾച്ചറൽ ഇൻകം സെക്ഷൻ 10(1) ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ലാൻഡ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മളത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയും വേണം. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന സെയിൽ പ്രൊഡ്യൂസ്, അതുപോലെ തന്നെ റെൻ്റ് ഓർ റവന്യൂ ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്, ഇൻകം ഫ്രം ഫാം ഹൗസ് അസോസിയേറ്റഡ് വിത്ത് അഗ്രികൾച്ചറൽ ലാൻഡ്, ഇതെല്ലാം അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഫോർ ദ ഇൻകം ടു ബി എക്സെംപ്റ്റ് ദ ലാൻഡ് മസ്റ്റ് ബി യൂസ് സോൺലി ഫോർ അഗ്രികൾച്ചർ ഓർ അലൈഡ് ആക്ടിവിറ്റീസ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ എക്സംപ്ഷൻ കിട്ടുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഓഫ് ഇൻകം ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പോൾ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലുള്ള ഒരാൾക്ക് അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഷെയർ കിട്ടുന്ന സമയത്ത് നമുക്ക് അതിന് എക്സംപ്ഷൻ കിട്ടാറുണ്ട്, ടാക്സിൽ എക്സംപ്ഷൻ കിട്ടാറുണ്ട്. പിന്നെ ഗ്രാറ്റുവിറ്റിയാണ്. ഗ്രാറ്റുവിറ്റിയുടെ സെക്ഷൻ 10(10) ആണ്. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ലെംസം എമൗണ്ട് പെയ്ഡ് ടു എംപ്ലോയീസ് അപ്പോൺ റിട്ടയർമെൻ്റ് ആണ്. റിട്ടയർമെൻറ്റ് ഓർ റെസിഗ്നേഷൻ വരുന്ന സമയത്ത് എംപ്ലോയിക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റാണ് ഈ ഗ്രാറ്റുവിറ്റി, അല്ലേ? അപ്പോൾ ഇത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ അതിനുള്ള എക്സംപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ ₹20 lakhs എന്ന് പറയുന്ന ഒരു മാക്സിമം ലിമിറ്റ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ ഈ 15 days സാലറി എന്നുള്ള സ്ഥലത്ത് ഹാഫ് മന്ത് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നായി മാറും. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. ദെൻ ലീവ് എൻഗേജ്മെൻറ്റ് സെക്ഷൻ 10(10)AA. ഈ സെക്ഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ലീവ് എൻഗേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഇൻ ലീവ് ഓഫ് അൺയൂസ്ഡ് ലീവ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ റെസിഗ്നേഷൻ. റിട്ടയർമെൻറ്റ് ഓർ റെസിഗ്നേഷൻ വരുന്ന സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് നമുക്ക് ലീവ് എൻഗേജ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസിൽ ഗ്രാറ്റുവിറ്റി ആയാലും ലീവ് എൻഗേജ്മെൻ്റ് ആയാലും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിട്ടാണ് നമ്മൾ എക്സംപ്ഷൻ ലിമിറ്റ് തീരുമാനിക്കുന്നത്? മിനിമം ഓഫ് ദ ആക്ച്വൽ ലീവ് എൻഗേജ്മെൻറ്റ് റിസീവ്ഡ്, ദെൻ 10 months ആവറേജ് സാലറി ഓർ ₹3 lakh. അതിൽ ഏതാണ് ഏറ്റവും ചെറിയ എമൗണ്ട് അതാണ് നമ്മൾ എക്സംപ്റ്റഡ് ലിമിറ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. ദെൻ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് സെക്ഷൻ 10(10)D ആണ്. അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അലോവൻസസ് ഫോർ MPs ആൻഡ് MLA സെക്ഷൻ 10(17) ആണ്. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നതാണ് സർട്ടൻ അലോവൻസസ്, അതായത് exempt from tax. These include daily allowance, constituency allowance and any other exempt allowance as per law. ഇൻകം ഫ്രം സാലറി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാൽ 5 heads ഓഫ് ഇൻകത്തിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് DA അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ബോണസ്, അതെല്ലാം നമുക്ക് ഈ സാലറി എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്.
പിന്നെ അതുപോലെ സാലറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. ഇൻകം ഫ്രം സാലറി കഴിഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു വ്യക്തിക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒരു വ്യക്തി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഇൻകമാണ്.